ഈ ഒരു സിനിമയെ കാണിക്കാം. സ്വരത്ത നാട്ടിലെ വീരന്മാരായ പുരുഷന്മാരെ, ഈ നേരം വരെ പരിഹാസം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ച ആന്തരികളെ, വരിൻ. എന്നെ കീഴ്പ്പെടുത്തി ചാരിത്രം നഷ്ടപ്പെടുത്തി എന്ന് വീമ്പിളക്കി നടന്ന ഏതേലും ഒരു പുരുഷന് ചുണിയുണ്ടെങ്കിൽ ഈ വാളൊന്ന് തടയട്ടെ. ഇവൻ മാള് മോശക്കാരനല്ല എന്നല്ലേ മനസ്സിൽ പറഞ്ഞത്. കൊള്ളാം. ഈ സീൻസൊക്കെ എടുത്ത് ഞാൻ വിചാരിച്ചതായി ഈ സീനൊന്ന് കാണണം, ഇതിലുണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം നായിക വാങ്ങി. അതെ. ഏത് പടാ ഇത്? കുറേ ഉണ്ടല്ലോ. ഇത് ഏതേ പടാ? അത് കണ്ണപ്പനുണ്ണിയാണോ മാക്കമാണോ? ഏത് പടാ ഇത്? തുമ്പോലാർച്ച. തുമ്പോലാർച്ച. ഓ, തുമ്പോലാർച്ചാണെങ്കിൽ ഇനിയും കൂടുതലാണ്. തുമ്പോലാർച്ച നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം നായിക വാങ്ങിയതിനകത്ത്. നായകനാരായിരുന്നു? ശീല ചേച്ചി. നസീർ. നസീർ ആയിരുന്നില്ലേ? ആയിരുന്നല്ലോ. പിന്നെ അതിൽ സത്യനുണ്ടായിരുന്നോ? ജയനുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. നായകൻ നസീർ. ഷീലാമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയുന്നില്ല. നോ കമൻസ്. ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നു, മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സിനിമയിൽ നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം നായിക വാങ്ങിയെന്നുള്ള കാര്യം പെട്ടെന്ന് ഷീലാമ്മ ഓർക്കുന്നു. ഇനി ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഇത് തെറ്റാണെങ്കിൽ ഷീലാമ്മ എന്നോട് പൊറുക്കണം, തെറ്റാണെന്ന് പറയണം. ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ കഥയ്ക്ക് അടിവരയിടാം, കൂട്ടിച്ചേർക്കാം, അതിനോട് യോജിക്കാം. നസീർ സാറുമായിട്ട് പിണങ്ങി 3 വർഷത്തോളം സിനിമയിൽ അഭിനയിച്ചില്ല. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നായകൻ നസീർ സാറ്, നായിക ഷീലാമ്മ. ഷീലാമ്മ ഒരു കണ്ടീഷൻ വെച്ചു. എനിക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നതിൽ വിഷമമൊന്നുമില്ല, പക്ഷേ പ്രതിഫലം എനിക്ക് നായകനേക്കാൾ കൂടുതലായിരിക്കണം. 5000 രൂപയെങ്കിലും കൂടുതലായിരിക്കണം. നിർമ്മാതാവ് സമ്മതിച്ചു. ഷീലാമ്മ വന്നു, അഭിനയിച്ചു. എല്ലാ വികാര തീഷ്ണതയോടെ ആ വാളക്കിങ്ങനെ ചുഴച്ചു. ആലോചിക്കുകയാണ് എന്ത് പറയണമെന്നല്ലേ. അല്ല, ഇത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് അറിയാം. ബുദ്ധി ഇത് അറിഞ്ഞിട്ട് നിങ്ങൾക്കോ? ഞാൻ മഹാനടിയെ ഇവിടെ ഞാൻ എന്താ പറയാ, മുഹൂർത്തങ്ങളെ ഞാനിങ്ങനെ അനാവരണം ചെയ്യുകയാണ്. ശരി, നമുക്ക് ഈ ചോദ്യം ചോദിക്കണ്ടേ? വിട്ടേക്കാം. വിട്ടു. ഓക്കെ, വെരി ഗുഡ്. നോ കമൻസ്. അടുത്തൊരു ബൈറ്റിലേക്ക് പോകും. നിങ്ങൾ സിനിമയിൽ, മലയാള സിനിമയിൽ വന്ന് തന്നെ 50 കൊല്ലത്തിൽ കൂടുതലായി. ഞങ്ങളുടെ മലയാളം സ്റ്റുഡിയോയിൽ തന്നെ നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം സുഖമില്ലാതിരിക്കുമ്പോൾ തന്നെ ലാസ്റ്റിൽ അദ്ദേഹത്തിനെ കാണാൻ വന്നിരുന്നു. വളരെ സങ്കടപ്പെട്ടിരുന്നു എല്ലാം. ഇപ്പോഴും നിങ്ങൾ ഈ പഴയ പ്രൊഡ്യൂസേഴ്സും അന്നുള്ള ഡയറക്ടേഴ്സും ഒക്കെ ഉള്ള കോണ്ടാക്ട്സ് ഉണ്ടോ? അതോ അവരുമായിട്ടുള്ള സ്നേഹബന്ധം ഇപ്പോഴും നിങ്ങൾ നിലനിർത്തുന്നുണ്ടോ? ശീലാമ്മയ്ക്ക് അറിയോ ആളെ? സോ സ്വീറ്റ്. സോ സ്വീറ്റ്. കാർത്തികനല്ലേ? കുമാർ അല്ലേ? അതെ. ഭയങ്കര വണ്ണമൊക്കെ ഉണ്ട ഒരാളായിരുന്നു. ഇപ്പം മെലിഞ്ഞു പോയി, അത്രയുള്ള. ഞങ്ങൾ ഒരുപാട് പടത്തിൽ, അങ്ങപ്പറ്റ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഒരു മലയാളത്തിലൊരു ക്യാരക്ടർ കൊടുത്തു എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യം മുതലാളിയായിരുന്നു. മെരിലാൻഡ് അല്ലേ? മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി. അങ്ങേരെ എല്ലാവരും മുതലാളി മുതലാളി നമ്മളെക്കാളൊക്കെ വളരെ പ്രായമുള്ള ഒരാൾ. അൽത്താര എന്നൊരു പടത്തിൽ ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്കൊരു നല്ല ക്യാരക്ടർ കൊടുക്കുന്നത് അങ്ങനെ. പഴയ മെരിലാൻഡ് സ്റ്റുഡിയാണ് കേട്ടോ. ഓ, ഇവിടെയൊക്കെ ഓർമ്മയുണ്ടോ ശിലാമ്മ? ഇവിടെയൊക്കെ എൻ്റെ തറവാട് കാണുന്നതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക്. കണ്ടോ, ഈ JB ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തറവാട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതല്ല, ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ടല്ലേ?
സീരിയൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഷീലാമ്മയൊക്കെ ഓടിക്കളിച്ച സ്ഥലങ്ങളാണെന്നല്ലേ? എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ഇതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല ഇടയ്ക്കൊക്കെ? ഞാൻ ഒരിക്കലും മനസ്സിനക്കരെ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ നേരെ അഭിനയിക്കാൻ വന്ന് എറണാകുളത്ത് ഇറങ്ങി, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ പോയത് ഉദയ സ്റ്റുഡിയോയിലേക്കായിരുന്നു. അവിടെ പോയിട്ട് ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ തൊഴുതിട്ടാണ് എൻ്റെ അവിടെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ കരയില്ലേന്ന് ചോദിച്ചില്ലേ, അവിടെ ഞാൻ ഇരുന്ന് കരഞ്ഞു. കാരണം എന്ത് സുഭിക്ഷമായിട്ട് കഴിഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു എന്ന് പറയും. ആൾക്കാരും ബഹളവും നീറ്റും, ഒരു പുല്ല് പോലും ആ സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്തും ഉണക്കാനായിട്ട് സമ്മതിക്കില്ല. അവിടുത്തെ അപ്പച്ചനും ചാക്കോച്ചൻ 2 പേരും അവരാണ് ആദ്യമായിട്ട് തന്നെ ഷീല അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഷീല ചേച്ചി, ഷീല എന്നൊക്കെ വിളിക്കുന്നവർ, അവരാണ് അമ്മ എന്നുള്ളവർ ചേർത്ത് ഷീലാമ്മ എന്ന് നമ്മുടെ ചാക്കോച്ചനാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഷീലാമ്മ എന്ന് വിളിക്കാൻ പറ്റി. അങ്ങനെ ഷീലാമ്മ എന്നുള്ളൊരു പേര് തന്നെ ആയി എനിക്ക് മറക്കാനൊക്കാത്ത 2 കാര്യങ്ങളാണ്. പക്ഷേ ഉദയ സ്റ്റുഡിയോയോട് എനിക്ക് ഭയങ്കര എന്തോ ഭയങ്കര അടുപ്പം. എനിക്ക് ഇപ്പോൾ അവരുടെ കൊച്ചുമോൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ടല്ലോ, എന്താ പേര്, കുഞ്ചാക്കോ ബോബൻ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഭയങ്കര അവരുടെ അതിൽപ്പെട്ട ഒരാൾ വന്ന് നന്നായി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു കൊച്ചുമോനോ അല്ലെങ്കിൽ നമ്മുടെ തലമുറ 10 തലമുറ കഴിഞ്ഞ ഒരാളോ നന്നായി വരുന്നു എന്ന് കേട്ടപ്പോൾ ഈ ഡിസേർവ് ഇറ്റ്. എത്ര ആൾക്കാർക്ക് ജീവിതം കൊടുത്തൊരു സ്ഥാപനത്തിൻ്റെ, എത്ര ആൾക്കാർക്ക്. ഞങ്ങളൊക്കെ എത്രയോ കാശ് മേടിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ എക്സൽ ഗ്ലാസസ് എന്നൊരെണ്ണത്തിൽ പോയി കുറേ പടങ്ങളുടെ കാശ് അതിലിട്ടു. പക്ഷെ അതൊക്കെ എന്തായെന്ന് പോലെ അറിയില്ല.